വക്കീലെ, താഴെയുള്ള അനീച്ചാർക്ക് സിനിമയിൽ ഒരു കണ്ണുണ്ടായിരുന്നു. ഇപ്പൊ അവൻ സംവിധായകൻ ജിത്തു ജോസഫിന്റെ കൂടെ കൂടിയിട്ടുണ്ട്. ദൃശ്യം 4 വല്ലോണാ? ഇതില് ജോർജ് കുട്ടി ഇല്ലാത്ത സമയത്ത് ക്ഷണിക്കപ്പെടാത്ത മറ്റൊരു അതിഥി വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. സാറ്റ് കളിക്കാൻ ഞാനും കൂടാ. അല്പനേരം നീണ്ട പിടിവലിയിൽ അദ്ദേഹം നമ്മളെ വിട്ട് പിരിയുന്നു. കൊലപാതകോ? ഇവിടെ ഇട്ടോ കൊലയാ. ഉടനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ അത് അവിടെ കിടന്ന് ചീത്തയാവും. എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? ഒരു സെറ്റ് കൊലയാളികള്, ഒരു ശവം. നമ്മുടെ ഈ അവസ്ഥയൊക്കെ മനസ്സിലാക്കി നമ്മളെ സഹായിക്കാൻ ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ഭ്രാന്ത് മാറിയതല്ലേ? പോടാ പറ്റി. നമ്മള് മാത്രമല്ല, വേറെ ആൾക്കാരുണ്ട് അവന്റെ ലിസ്റ്റിൽ. എന്റെ ദൈവമേ, അപ്പൊ ഒരു വണ്ടി നിറച്ച ആളുകളാണ് ഈ പടത്തിൽ ധ്യാനത്തിന് പോണത്. രണ്ടമ്മമാരിൽ ഒരേ ചായയുള്ള 2 മക്കളോ? അതെ, അങ്ങനെയൊക്കെ പറ്റുമോ? എന്റെ അച്ഛന് പറ്റും. ഇവനീ പറഞ്ഞതിൽ എന്തേലും കള്ളത്തരം ഉണ്ടെങ്കിൽ അവനിപ്പോ തിരിഞ്ഞു നോക്കും. അവൻ നല്ല എ ക്ലാസ് ഉടായിപ്പാ സാറേ. ഒരു നാടിനെ മുഴുവൻ പറ്റിച്ചോ? നാട്ടിലെ പറ്റിച്ചാ പോരെ, ദ്രോഹിക്കണ്ടല്ലോ. വേണം. ഇതൊക്കെ വലിയ റിസ്കാ. ഏയ് അതൊക്കെ തുടക്കത്തിൽ തോന്നാ. ഇന്നായി കഴിഞ്ഞ പിന്നെ ഭയങ്കര ത്രില്ല. ഇതെങ്ങാനും പുറത്തറിഞ്ഞാലുണ്ടല്ലോ കുടുംബത്തോടെ തൂക്കും. നീ പോടാ, വഴി നോക്കാം. എന്തെങ്കിലും ഹെൽപ്പ് വേണോ അങ്കിൾ? എന്തൊരു സിമ്പിൾ ആണ് ഈ ഫാമിലി. ആഹാ, അർപ്പുതം. മകഴിച്ചി ഇതിന്റെ ഈ ക്ലൈമാക്സിൽ ജോർജ് കുട്ടിയും ഫാമിലി അകത്ത് പോണ വല്ലതുമാണോ? മിക്കവാറും. അയ്യേ, ആ ജോർജ് കുട്ടിനെ ഒന്നതിൽ നിന്ന് ഊരിക്കൊണ്ടുവരാൻ പറ്റുമോ? ഫാമിലി മൊത്തം അകത്ത് പോയിക്കോട്ടെ, അവറ്റകളൊക്കെ ഉണ്ടല്ലോ ഉപദ്രവം.